കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. അച്ഛൻ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്ന എങ്ങനെയാ? രാജു, നീ എങ്കിലും എന്തെങ്കിലും പറയേ. ഞാൻ എന്ത് പറയാനാ? എന്റെ അഭിപ്രായം ചോദിച്ചിട്ടാണോ നിങ്ങളിതൊക്കെ ചെയ്തേ? രാജുവേട്ടാ, വേണമെങ്കിലേ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിച്ച് എല്ലാരെയും പ്രശ്നത്തിലാക്കി ഈ വിവാഹം നടത്തണമെന്ന് ഞാനും ശ്രീയും വിചാരിച്ചതല്ല. ഇന്നലെ രാത്രിയില് ശ്രീയോട് പോലും പറയാതെ ഈ നാട് വിട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചതാ. അതെ വേണമെങ്കിലേ, ഞാനാ ഹരീഷിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. ഞാൻ കാരണം നിശ്ചയിച്ചുറപ്പിച്ച ഇവരുടെ വിവാഹം മുടങ്ങിയത്. ഞാൻ കാരണം ഹരീഷിനും ശ്രീലക്ഷ്മിക്കും പിരിയേണ്ടി വരുമെന്ന് വന്നപ്പോ എന്റെ മുന്നില് ഇങ്ങനൊരു വഴിയെ തെളിഞ്ഞുള്ളൂ. നിങ്ങളോടൊക്കെ മറച്ചുവെച്ച് ഞാനെടുത്ത തീരുമാനം തെറ്റായി പോയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല സിയ മാഡം. ഞങ്ങളുടെ 3 മക്കളുടെയും വിവാഹം നാട്ടു നടപ്പനുസരിച്ച് 4 ആളെ വിളിച്ചു വരുത്തി ശക്തിക്കൊത്തവണ്ണം നടത്തണമെന്നുണ്ടായിരുന്നു. പ്രിയയുടെ വിവാഹം ഞങ്ങൾക്ക് അങ്ങനെ നടത്താൻ പറ്റി. പക്ഷേ രാജുവിന്റെയും ശ്രീയുടെ കാര്യത്തില് അത് സാധിച്ചില്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു വിഷമം. ഞാൻ ഹൃദയമാർത്തെ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. ഹരീഷിന്റെ അച്ഛന്റെയും അമ്മയുടെയും സ്വഭാവം മാഡത്തിന് അറിയാലോ. ആശുപത്രിയില് വർമ്മ സാർ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാ ഹരീഷിന്റെ അമ്മ കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നത്. എന്നാലും ഋതിക മേഡത്തിന് എന്നോടെങ്കിലും എല്ലാം തുറന്ന് പറയായിരുന്നു. രാജുനോട് മാത്രമല്ല, വേണുങ്കളിനോടും രാധമ്മയോടും ഒക്കെ തുറന്നു പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ശ്രീയുടെയും ഹരീഷിന്റെയും വിവാഹം ഞാൻ നടത്താൻ പോകുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ എതിർത്തേനെന്ന് ഓർത്തിട്ട് ഞാനെല്ലാം രഹസ്യമായിട്ട് വെച്ചത്. സത്യത്തിൽ എനിക്ക് പേടിയായിരുന്നു. രാജുവിന്റെ അനിയത്തിയാണ് ശ്രീലക്ഷ്മി എന്ന ചിന്ത മാറ്റിവെച്ച് എന്റെ കൂട്ടുകാരിയായ ശ്രീക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് മാത്രം ഞാൻ ചിന്തിച്ചതും പ്രവർത്തിച്ചതും. രാജു, ഹരീഷിന്റെ അമ്മേനെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കാൻ പോകുന്നതെന്നോർത്ത് എനിക്ക് നല്ല പേടിയുണ്ട്. ശ്രീയും ഹരീഷും സന്തോഷമായിട്ട് സമാധാനത്തോടെ ജീവിക്കണം. അതിന് രുക്മിണി ആന്റിയും രമ്യയും ആരും തന്നെ ഒരു തടസ്സമാവരുത്. രുക്മിണി നമ്മൾ വിചാരിക്കണേക്കായും വാശിക്കാരിയാ, ഒറ്റ ബുദ്ധിക്കാരിയാ. ദേഷ്യം പിടിച്ച പിന്നെ എന്തൊക്കെ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ഹരീഷിന് അറിയാവുന്നതല്ലേ. രാജു, അച്ഛാ, നിങ്ങളെല്ലാരും സമാധാനപ്പെടാ. സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമുക്കേ വരുന്നിടത്ത് വെച്ച് കാണാം. ആദ്യം ഹരീഷിന്റെ അമ്മയോട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ. നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടല്ല ഇവരുടെ വിവാഹം നടത്തിയതെന്ന് ഹരീഷിന്റെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നടന്നതിനൊക്കെ മാപ്പ് പറഞ്ഞ ഇനി ഇതിന്റെ പേരില് ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് ഹരീഷിന്റെ അമ്മയോട് ഞാൻ പറഞ്ഞോളാം. അതൊന്നും വേണ്ട രാജുവേട്ടാ. രാജുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ അമ്മ അതൊന്നും മനസ്സിലാക്കാനോ ക്ഷമിക്കാനോ പോകുന്നില്ല. ഇപ്പൊ അമ്മയോട് സംസാരിക്കേണ്ടത് ഞാനാ. ഹരീഷേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം താ രാജുവേട്ടാ. അങ്കിളെ, ആഗ്രഹങ്ങളൊക്കെ മറന്ന് തിരികെ പോകാൻ ഒരുങ്ങിയ എനിക്ക് ഒരു വഴി കാണിച്ചു തന്നത് ഋതികയാ. ശ്രീയെ ഞാൻ താലി കെട്ടിയ നിമിഷം മുതൽ അവളുടെ സംരക്ഷണവും ഉത്തരവാദിത്വവും എന്റെ ചുമതലയാ. എനിക്ക് എന്റെ അമ്മയെ പേടിക്കാതെ ഇനിയെങ്കിലും ജീവിക്കണം അങ്കിളെ. ഞാനും എന്റെ അച്ഛനും
ഇതുവരെ അമ്മ പറഞ്ഞതിനൊന്നും എതിര് പറഞ്ഞിട്ടില്ല. പറയാൻ അമ്മ സമ്മതിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ ജീവിക്കാൻ എനിക്ക് സാധിക്കില്ല. സ്വന്തമായി തീരുമാനമെടുക്കാൻ പ്രായമായെന്നും സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ പ്രാപ്തനായെന്നും എനിക്ക് എന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയണം. പറയുന്നത് പ്രവർത്തിച്ച് കാണിക്കാൻ വേണം. ഹരീഷേ, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? രുക്മിണിയോട് ക്ഷമ പറഞ്ഞ് രുക്മിണിയുടെ ദേഷ്യം അടക്കുന്നതല്ലേ ഹരീഷ നല്ലത്? അതുപോലെ രമ്യയെ രാജുവേട്ടനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ അമ്മയ്ക്കെതിരൊന്നുമില്ലായിരുന്നു. വലിയ സ്ത്രീധന തുകയൊന്നും ചെലവാക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മാത്രമാ രമ്യയുടെ ആഗ്രഹങ്ങൾക്കൊക്കെ അമ്മ എതിരെ നിൽക്കാതിരുന്നത്. എന്റെ കാര്യം വന്നപ്പോ അമ്മയ്ക്ക് വാശി. അതെവിടെ തന്നെയായോ? അമ്മ നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതിന്റെയൊക്കെ ഒരു പങ്ക് എനിക്കും കൂടി അവകാശപ്പെട്ടതാ. അതെനിക്ക് കിട്ടണം. അച്ഛന്റെ പേരിലുള്ള ഈ വീടും അതും എനിക്ക് അവകാശപ്പെട്ടതാ. ഹരീഷേ, ഇപ്പൊ ഇതൊക്കെ പോയി നിന്റെ അമ്മയോട് പറഞ്ഞ നിന്റെ അമ്മ എന്ത് വിചാരിക്കും? രാജോട്ടാ, എന്റെ അമ്മ ഇപ്പൊ തന്നെ എന്റെ പേരിൽ എന്തെങ്കിലും ഒരു പുകിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് അമ്മയെ ഒന്ന് ദിശ തെറ്റിച്ച് ചിന്തിപ്പിച്ചില്ലെങ്കിൽ അത് എനിക്കും ശ്രീക്കും പ്രശ്നമാണ്.